വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BMS ഒഴികെയുള്ള 17 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് മാനന്തവാടി താലൂക്കിലും പൂർണ്ണമാണ്. ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങിയത്. അതേസമയം ടാക്സി വാഹനങ്ങളോ അത് ഓട്ടോറിക്ഷ അതുപോലെ ജീപ്പ് തുടങ്ങിയ ടാക്സി വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. KSRTC ഇന്ന് സർവീസ് നടത്തിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയിട്ടില്ല. ദേശീയ പണിമുടക്ക് ഒരു ഹർത്താൽ പ്രതീതി തന്നെയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. കടകമ്പോളങ്ങളിൽ നിന്നും തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതേസമയം മാനന്തവാടി സബ് ഡിവിഷണൽ പോസ്റ്റ് ഓഫീസിന്റെ മുകൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് ഇടതുപക്ഷ പ്രവർത്തകരെത്തി പൂട്ടിക്കുകയും ചെയ്തു. അതുപോലെ മൈസൂർ റോഡിലെ ധനകാര്യ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ CIT പ്രവർത്തകരെത്തി സ്ഥാപനങ്ങൾ അടപ്പിക്കുകയായിരുന്നു. എന്നാൽ മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സമരമൊന്നും എവിടെയും കാണാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ ട്രേഡ് യൂണിയനുകളുടെ ഒരു ഓഫീസ് പോലെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തകർ ഗാന്ധി പാർക്കിലും മറ്റും ഇവിടെ എല്ലാവരും ചേർന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എവിടെയും വാഹനങ്ങൾ തടയുകയോ നിർബന്ധിച്ച് കടകമ്പോളങ്ങൾ അടപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഹർത്താൽ രീതിയിൽ തന്നെ പണിമുടക്കും പൂർണ്ണ രീതിയിൽ എവിടെയും തുടരുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോസ്റ്റ് ഓഫീസിന്റെ മുകളിൽ പ്രവർത്തിച്ചിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മാനന്തവാടി സബ് ഡിവിഷണൽ പോസ്റ്റ് ഓഫീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരെത്തി അടപ്പിക്കുകയായിരുന്നു. അതുപോലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു. മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഇപ്പോഴും ചുരുക്കം ചില വാഹനങ്ങളും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രാമീണ പ്രദേശങ്ങളിലെല്ലാം തന്നെ കടകമ്പോളങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നഗരങ്ങളിൽ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. KSRTC ഒരു സർവീസ് പോലും മാനന്തവാടി ഡിപ്പോയിൽ നിന്നും നടത്തിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ സ്വകാര്യ ബസ്സുകളും ഇന്ന് നിരത്തിലിറങ്ങിയിട്ടില്ല. മാനന്തവാടി താലൂക്കിലും ദേശീയ പണിമുടക്ക് പൂർണ്ണമായി തുടരുകയാണ്. വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷമീർ, മാനന്തവാടി. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ Facebook ഫോളോ ചെയ്യുക. വയനാട് വിഷൻ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.